أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشرائه ولجميع المسلمين والمسلمات اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزد لنا علما إنك أنت العليم الحكيم. പരിശുദ്ധ ഖുർആൻ അവതരണവും പ്രവാചകത്വ ലബ്ധിയും സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഖാത്തിമുൻ നബിയാണ്. ഖാത്തിമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ലാത്ത നിലയ്ക്ക് ഇസ്ലാമിൻ്റെ ദൗത്യം ഇവിടെ നിർവഹിക്കുന്ന കാര്യത്തിൽ സമ്പൂർണ്ണത ലഭിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രവാചകൻ്റെ ആവശ്യമില്ല. പ്രവാചകൻ അവസാനമായി കൊടുത്തിരിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അതിന് ശേഷം അതിൽ ഒരു വെട്ടിത്തിരുത്തലുകളും ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണ്ണമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീൻ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ബാഹികമായി അങ്ങനെ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് അതിൻ്റെ അവസാനത്തെ മൂലക്കല്ലും കൂടെ വെച്ച് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത് ബൈബിളിലും കാണാം. അവസാനത്തെ മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് സമ്പൂർണ്ണമായ ഒരു ദീൻ, അതിൻ്റെ ദൗത്യം വളരെ വലുതുമാണ്. കാരണം മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അല്ലാഹു തആല ഏതെങ്കിലും ഒരു നാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്കോ ഒരു ഗോത്രത്തിലേക്കോ ഒക്കെയാണ് അയച്ചിട്ടുള്ളത്. ഇസ്രായേലിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ബനി ഇസ്രായേലിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി പോലെയുള്ള പ്രഗത്ഭരായ ഒരുപാട് അമ്പിയാക്കന്മാർ വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ ബനി ഇസ്രായേലിലേക്ക് മാത്രമാണ്. മറ്റ് ജനതയിലേക്ക് ദൗത്യം നടത്തേണ്ട ഉത്തരവാദിത്വം അവർക്ക് നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ മറ്റു ചില പ്രവാചകന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇലാ ആദിൻ അഖാഹും ഹൂദൻ. ആദിലേക്ക് ഹൂദ് നബിയെ അയച്ചു. വൈലാ സമൂദ് അഖാഹും സ്വാലിഹൻ. സമൂദ് വർഗത്തിലേക്ക് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബിയെ അയച്ചു. വൈലാ മദിയൻ അഖാഹും ഷുഐബൻ. മദിയനിലേക്ക് ഷുഐബ് നബിയെ അയച്ചു. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് കാണാം. എന്നാൽ കാഫത്തു സക്കലൈൻ, ജിന്ന് ഇൻസ് രണ്ട് വർഗങ്ങൾക്കും അത് ലോകത്തുള്ള മുഴുവനും ലോകാവസാനം വരെ മറ്റൊരു പ്രവാചകൻ ആവശ്യമില്ലാത്ത നിലയ്ക്ക് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പം നബിയുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ വലുതാണ്. ഒരു സമ്പൂർണ്ണമായ ദീൻ. അതിനുശേഷം ഇപ്പോൾ 1500 വർഷങ്ങൾ കടന്നുപോയി, എന്നിട്ടും ഒരു പ്രവാചകൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി ഖിയാമം എത്ര കഴിഞ്ഞാലും വരുന്നതെങ്കിലും അവിടെയും ഒന്നും ഒരു പ്രവാചകൻ വരില്ല. ആ നിലക്ക് ഖാത്തിമുൻ നബിയിനായിട്ട് നബുവത്തിൻ്റെ ഖത്മ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നബിയുടെ ഭാരം, ഉത്തരവാദിത്വം എത്ര വലുതായിരിക്കും, നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്ര ഭാരമുള്ളതാണ്. എന്നാൽ നബുവത്ത് കിട്ടി 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവനും അതിൻ്റെ പ്രചരണം നടത്തി അത് വിജയിക്കുകയും ചെയ്തല്ലോ. 23 കൊല്ലം കൊണ്ട് അതിൻ്റെ പ്രചരണം എത്ര വലുതായിരുന്നു. തൻ്റെ ചുറ്റുഭാഗത്തുള്ള ജസീറത്തുൽ അറബിൽ ഇസ്ലാം വ്യാപിച്ചു. വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചാണ്. ഒരുപാട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഏറും കുത്തും അതുപോലെ തന്നെ നാട് കടത്തലും സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് മദീനയിലേക്ക് പോയി പലായനം ചെയ്തു. അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളൊക്കെ കടന്ന് ത്യാഗം സഹിച്ചുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ സാധിച്ചത്. എന്നാലും പിന്മാറാതെ അത് വിജയത്തിൽ തന്നെ കലാശിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ അടുത്ത് ഓതാൻ പോകുന്ന ഹദീസിൽ നമ്മൾക്ക് കാണുന്നത്. വിദേശം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വൻകിട കുത്തക രാഷ്ട്രങ്ങളായ റോം, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വ്യാപനമാണ് ഹദീസിൽ സൂചിപ്പിക്കുന്നത്. അതിപ്രകാരം നമുക്ക് വായിക്കാം. ഹദ്ദസന അബുൽ യമാനിൽ ഹകം ഇബ്നു നാഫിഇൻ ഖാൽ അഖ്ബറനാ ശുഐബ് അൻ الزهري قال أخبرني عبيد الله بن عبد الله بن عتبة بن مسعود أن عبد الله بن عباس أخبره أن سفيان بن حرب أخبره
أن هرقل أرسل إليه بركب من قريش وكانوا تجارا بالشام في المدة التي كان رسول الله صلى الله عليه وسلم ماد فيها أبا سفيان وكفار قريش فأتوه وهم بإيليا فدعاهم في مجلسه وحوله علماء الروم ثم دعاهم ودعا بترجمانه فقال أيكم أقرب نسما بهذا الرجل الذي يزعم أنه نبي؟ فقال أبو سفيان فقلت أنا أقربهم نسبه فقال أدنوه مني وقربوا أصحابه فجعلوهم عند ظهره ثم قال لترجمانه قل لهم إني سائل هذا عن هذا الرجل فإن كذبني فكذبوه فوالله لولا الحياء من أن يؤثروا علي كذبا لكذبت عنه ثم كان أول ما سألني عنه أن قال كيف نسبه فيكم؟ قلت وفينا ذو نسب. قال فهل قال هذا القول منكم أحد قط قبله؟ قلت لا. قال فهل كان من آبائه من ملك؟ قلت لا. قال فأشراف الناس يتبعونه أم ضعفاؤهم؟ فقلت بل ضعفاؤهم. قال أيزيدون أم ينقصون؟ قلت بل يزيدون. قال فهل يرتد أحد منهم سخطة لدينه بعد أن يدخل فيه؟ قلت لا. قال فهل كنتم تتهمونه بالكذب قبل أن يقول ما قال؟ قلت لا. قال فهل يغدر؟ قلت لا. ونحن منه في مدة لا ندري ما هو فاعل فيها. قال ولم تمكنني كلمة أدخل فيها شيئا غير هذه الكلمة. قال فهل قاتلتموه؟ قلت نعم. قال فكيف كان قتالكم إياه؟ قلت الحرب بيننا وبينه سجال ينال منا وننال منه. قال ماذا يأمركم؟ قلت يقول اعبدوا الله وحده ولا تشركوا به شيئا واتركوا ما يقول آباؤكم ويأمرنا بالصلاة والزكاة والصدق والعفاف والصلة. فقال للترجمان كله سألتك عن نسبه فذكرت أنه فيكم ذو نسب فكذلك الرسل تبعث في نسب قومها. وسألتك هل قال أحد منكم هذا القول فذكرت لا أن لا. فقلت لو كان أحد قال هذا القول قبله لقلت رجل يأتسي بقول قيل قبله. وسألتك هل كان من آبائه من ملك فذكرت أن لا. قلت فلو كان من آبائه من ملك قلت رجل يطلب ملك أبيه. وسألتك هل كنتم تتهمونه بالكذب قبل أن يقول ما قال فذكرت أن لا. فقد أعرف أنه لم يكن ليذر الكذب على الناس ويكذب على الله. وسألتك أشراف الناس اتبعوه أم ضعفاؤهم فذكرت أن ضعفاؤهم اتبعوه وهم أتباع الرسل. وسألتك أيزيدون أم ينقصون فذكرت أنهم يزيدون وكذلك أمر الإيمان حتى يتم. وسألتك أيرتد أحد سخطة لدينه بعد أن يدخل فيه فذكرت أن لا. وكذلك الإيمان حين تخالط بشاشته القلوب. وسألتك هل يغدر فذكرت أن لا. وكذلك الرسل لا تغدر. وسألتك بما يأمركم فذكرت أنه يأمركم أن تعبدوا الله ولا تشركوا به شيئا وينهاكم عن عبادة الأوثان ويأمركم بالصلاة والصدق والعفاف. فإن كان ما تقول حقا فسيملك موضع قدمي هاتين. وقد كنت أعلم أنه خارج لم أكن أظن أنه منكم فلو أني أعلم أني أخلص إليه لتجشمت لقاءه ولو كنت عنده لغسلت عن قدمه. ثم دعا بكتاب رسول الله صلى الله عليه وسلم الذي بعث فيه دهية الكلب إلى عظيم بصرى فدفعه إلى هرقل فقرأه فإذا فيه بسم الله الرحمن الرحيم من محمد عبد الله ورسوله إلى هرقل عليم الروم سلام على من اتبع الهدى
أما بعد فإني أدعوك بدعاية الإسلام أسلم تسلم يؤتك الله أجرك مرتين فإن توليت فإن عليك إثم الأريسيين ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ولا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. قال أبو سفيان فلما قال ما قال وفرغ من قراءة الكتاب كثر عنده الصخب وارتفعت الأصوات وأخرجنا فقلت لأصحابي هنا أخرجنا لقد أمر عمرو ابن أبي كبشة إنه يخافه ملك بني الأصفر فما زلت موقنا أنه سيظهر حتى أدخل الله علي الإسلام. ഇതാണ് അബൂ സുഫിയാനെ തൊട്ട് ഇതുവരെയുള്ള റിവായത്ത്. ഇനി അതിനെ തുടർന്നുകൊണ്ട് സുഹരിയുടെ ബാക്കി ഭാഗം ഇതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതാണ് വക്കാന ഇബ്നു നാനൂർ അല്ലെങ്കിൽ ഇബ്നു നാത്തൂർ സാഹിബ് ഈലിയ വഹിറക്കൽ സുക്കുഫൻ അല നസാർ ഷാം യുഹദ്ദിസു അന്ന ഹിറക്കൽ ഹീന കദിമ ഈലിയാഹ അസ്ബഹ യൗമൻ ഖബീസൻ നഫ്സി وقال بعض بطارقته قد استنكرنا أيهتك قال ابن الناطور وكان هرقل حزاء ينظر في النجوم فقال لهم مين سهله إني رأيت الليلة حين نظرت في النجوم ملك الختان قد ظهر فمن يختتن من هذه الأمة قالوا ليس يختتن إلا اليهود ولا يهمنك شأنهم واكتب إلى مدائن ملكك فيقتلوا من فيهم من اليهود فبينما هم على أمرهم أتي هرقل برجل أرسل به ملك غسان يخبر عن خبر رسول الله صلى الله عليه وسلم فلما استخبره هرقل قال اذهبوا فانظروا أمختتن هو أم لا فنظروا إليه فحدثوه أنه مختتن وسأله عن الأرب فقال هم يختتنون فقال هرقل هذا ملك هذه الأمة قد ظهر ثم كتب هرقل إلى صاحب له برومية وكان نظيره في العلم وسار هرقل إلى حمص فلم يرم حمص حتى أتاه كتاب من صاحبه يوافق رأي هرقل على خروج النبي صلى الله عليه وسلم وأنه نبي فأذن هرقل لعلماء الروم في تذكرة له بحمص ثم أمر بأبوابها فغلقت ثم طلع فقال يا معشر الروم هل لكم في الفلاح والرشد وأن يثبت ملككم فتبايعوا هذا النبي فحاسوا حيسة حمر الوحش إلى الأبواب فوجدوها قد غلقت فلما رأى هرقل نفرتهم وعيسى من الإيمان قال ردوهم علي وقال إني قلت مقالتي آنفا أختبر بها شدتكم على دينكم فقد رأيت فسجدوا له ورضوا عنه فكان ذلك آخر شيء هرقل رواه صالح بن كيسان ويونس ومعمر عن الزهري. ഈ ഹദീസിൻ്റെ പരമ്പര അബുൽ യമാനുൽ ഹക്കം ബിൻ നാഫി അൽ ഹിംസിൽ ബഹ്റാനി മൗല ഇമ്രഅത്തിൻ മിൻ ബഹ്റാൻ. അബുൽ യമാനുൽ ഹക്കം എന്ന് പറയുന്ന ആൾ ഹിംസിയാണ്, ബഹ്റാനിയാണ്. ബഹ്റാനി എന്ന് പറഞ്ഞാൽ ബഹ്റാനിലുള്ള ഒരു സ്ത്രീയുടെ മൗലയാണ് ഇദ്ദേഹം. ആ നിലക്കാണ് ബഹ്റാൻ. ഹിജ്റ 221 വഫാത്തായ ആൾ. അദ്ദേഹം ഷുഐബ് ബിൻ അബി ഹംസത്തുൽ ഖുറശി അൽ അമവി 162 വഫാത്തായ ആളാണ് ഷുഐബ്. പിന്നീട് ഇതിലെ മെയിൻ കഥാപാത്രം അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ നമുക്കറിയാലോ, ബദർ യുദ്ധവും അതിന് മുമ്പുള്ള കച്ചവടമൊക്കെ നയിച്ച ഒരു വലിയ ഖുറൈശിയാണ്. ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിക്കൊണ്ട് നേതൃത്വം വഹിച്ച ആളാണ്. അദ്ദേഹം ജനിച്ചത് ആനക്കലഹം ആമുൽ ഫീലിൽ 50-ാം ദിവസമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. എങ്കിൽ ഇവൻ അബൂ സുഫിയാൻ ഇതിൻ്റെ 10 കൊല്ലം മുമ്പ് ജനിച്ചിട്ടുണ്ട്, ആമുൽ ഫീലിൻ്റെ.
അദ്ദേഹം മക്ക ഫത്ഹിൻ്റെ ദിവസം ഇസ്ലാമായ ആളാണ്. ഇസ്ലാമായതിന് ശേഷം വളരെ നല്ല നിലവാരത്തിൽ തന്നെ ഇസ്ലാമിലും അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാമായതിന് ശേഷം ഇസ്ലാമിൻ്റെ മുമ്പ് എത്രത്തോളം ഇസ്ലാമിനോട് ശത്രുത കാണിച്ചോ അതിനേക്കാൾ കൂടുതൽ ശിർക്കിനോട് ക്രൂരത കാണിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം തായിഫ് യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലുമൊക്കെ പിന്നീട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 88-ാം വയസ്സിൽ 34 മദീനയിൽ വഫാത്തായി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മേലിൽ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വളരെ വിശാലമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. എന്നാൽ ഹദീസിൽ പറയുന്നത് അന്ന അബാ സുഫിയാൻ ബിൻ ഹർബിൻ അഖ്ബറഹു, അബൂ സുഫിയാനാണ് ഇതിലെ മെയിൻ കഥാപാത്രം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ വ്യാപനം എത്രത്തോളം ദ്രുതഗതിയിലാണെന്നും എവിടെയൊക്കെ എത്തി എന്നുള്ളതും അറിയിക്കുന്ന ഹദീസാണ്. അബൂ സുഫിയാൻ പറയാണ് അന്ന ഹിറക്കിൽ അർസല ഇലൈഹി ഫി റക്മിൻ മിൻ ഖുറൈശ്, ഞങ്ങൾ ഖുറൈശികളായ കുറച്ച് ആൾക്കാർ ഒരു വാഹനസംഘം എവിടെയായിരുന്നു? ഷാമിലായിരുന്നു. വകാനു തുജാറും ബി ഷാമിൽ കച്ചവടത്തിന് വേണ്ടി പോവുക നമ്മളെ പതിവാണ്. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി പോയതാണ്, ഷാമിൽ കച്ചവടക്കാരായി പോയതാണ്. ആ സമയത്ത് അവിടുത്തെ രാജാവ് ഹിർക്കൽ എന്നിലേക്ക് അയച്ചു. എന്തിന്? അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടി അയച്ചു എന്നാണ് പറയുന്നത്. ഇത് ഫിൽ മുദ്ദത്തിലെത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദ്ദ ഫിഹ അബാ സുഫിയാൻ കുഫാറ ഖുറൈശ്. ഹുദൈബിയ സന്ധി ഹിജ്റ 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുഫാറുമായിട്ടുണ്ടാക്കിയ ആ സന്ധിയുടെ മുമ്പ് യഥേശം സഞ്ചരിക്കാൻ എല്ലാവർക്കും ഭയമായിരുന്നു. കച്ചവടത്തിന് പോകാനും സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ അത് കൊള്ളയടിക്കപ്പെടും എന്നൊക്കെയുള്ള ഭയം ഉള്ളതുകൊണ്ട് യഥേഷ്ടം കച്ചവടം നടന്നിരുന്നില്ല. എന്നാൽ ഈ ഹുദൈബിയ സന്ധി ഉണ്ടായതിന് ശേഷം അതിന് സ്വാതന്ത്ര്യം കിട്ടി. ആരെയും ആക്രമിക്കാത്ത ആ കരാറ് പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് യഥേഷ്ടം കച്ചവടത്തിനൊക്കെ പോകാമായിരുന്നു. ആ നിലയ്ക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഷാമിലെ കച്ചവടം ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത് എന്ന്. ഫാത്തോഹു വഹും ബി ഈലിയ, അങ്ങനെ ഞങ്ങൾ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് ഈലിയായിലായിരുന്നു, അതായത് ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ആ സ്ഥലത്താണ് രാജാവ് അവിടെ എത്തിയതാണ്. ഷാം എന്ന് പറഞ്ഞാൽ റോമിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. ഷാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ നമ്മുടെ ഇന്നത്തെ സിറിയ, ജോർദാൻ, പലസ്തീൻ, ലുബ്നാൻ ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു അന്നത്തെ ഷാം. ആ ഫലസ്തീനിലാണല്ലോ ഈ പറയുന്ന ബൈത്തുൽ മുഖദ്ദസ്. അവിടെ എത്തിയതാണ് അദ്ദേഹം. അവിടെ അദ്ദേഹം എത്താനൊരു കാരണം കൂടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എവിടെയും എത്താം. പക്ഷേ ഇതിനൊരു പ്രത്യേക കാരണം. ഇന്ന് അദ്ദേഹം എത്തിയത് പേർഷ്യ, ഫാരിസ്, ഇടയ്ക്കിടയ്ക്കൊക്കെ റോമുമായിട്ട് യുദ്ധമുണ്ടാവും. ഇതിൻ്റെ മുമ്പത്തെ ഒരു യുദ്ധത്തിൽ പേർഷ്യക്കാർ റോമിനെ തമർത്ത് കുറേ ഭാഗങ്ങളൊക്കെ കീഴടക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ പേർഷ്യയെ തോൽപ്പിച്ച് റോമ് വിജയം കരസ്ഥമാക്കി. ആ യുദ്ധം തുടങ്ങുമ്പോൾ ഹിറക്കൽ രാജാവ് നേർച്ചയാക്കിയിരുന്നു, ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ, എൻ്റെ ഭാഗം ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ തലസ്ഥാനത്ത് നിന്നും കാൽനടയായിക്കൊണ്ട് ഈലിയായിൽ പോവും, ബൈത്തുൽ മുഖദ്ദസിൽ പോകും എന്ന് അദ്ദേഹം നേർച്ചയാക്കിയിരുന്നു. ആ നേർച്ച വീട്ടാൻ വേണ്ടി അദ്ദേഹം ഈ യുദ്ധത്തിന് ശേഷം നടന്ന് ഈലിയായിലെത്തിയതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈലിയായിൽ നമ്മൾ ഹാജരാക്കിയെന്ന് പറയുന്നത്.
തലസ്ഥാനം ഒരു ഹിംസ് ആയിരുന്നല്ലോ, അവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അബൂ സുഫിയാനെ പിന്നെ വിളിക്കാൻ കാരണമുണ്ട്. എന്തിനാണ് വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാലഘട്ടത്തിൽ ദഅവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ കത്തെഴുതിയിരുന്നു. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത്. ആ കത്ത് എഴുതിയ കൂട്ടത്തിൽ ഈ രാജാവിനുണ്ട്, ഹെറക്കൽ രാജാവിനും കത്തുണ്ടായിരുന്നു. ആ കത്ത് വായിച്ചത് കൊണ്ടാണ് നബിയെക്കുറിച്ച്, ഇങ്ങനെ നബിയുടെ വാദം വാദിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടായത്. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യാന്വേഷണ വകുപ്പിനോട്, പോലീസിനോടൊക്കെ പറഞ്ഞു, ഈ നബിയാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ നാട്ടുകാരായിട്ട് ആരെങ്കിലും നമ്മളെ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾ പരിധി നോക്കണം. എല്ലാ നിലക്കും സൂക്ഷ്മമായി പരിധിയതിന് ശേഷം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരണം എന്ന കൽപ്പന ഇറക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ ഒസ്സ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഞങ്ങളെ രാജാവിൻ്റെ ആളുകൾ കണ്ടുമുട്ടിയതും ഞങ്ങളെ പിടികൂടുന്നതും അങ്ങനെ ഈലിയായിലെത്തിക്കുന്നതും എന്ന് ചുരുക്കം. അങ്ങനെ ഈലിയായിൽ ഞങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ സദസ്സിലേക്ക് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കിടയിൽ ഒരു തർജുമാനെയും പരിഭാഷകനെയും ആക്കി. എന്നിട്ട് രാജാവ് ചോദിച്ചു, അയ്യക്കും അക്റബു നസബൻ ബിഹാദർ റജുലി അല്ലദീ യസ്അമു അൻഹു നബിയുൻ, നബിയാണെന്ന് വാദിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ മുഹമ്മദ്, അദ്ദേഹവുമായിട്ട് ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം ഉള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണെന്ന് ചോദിച്ചു. ഫഖാല അബൂ സുഫിയാൻ, അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഫഖുൽതു അന അക്റബുഹും നസബ, അത് ഞാനാണ്, ഈ പറഞ്ഞ മുഹമ്മദുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് ഞാൻ തന്നെയാണ്. അത് അബ്ദു മനാഫിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട ആളാണ് അബ്ദുൽ മുത്തലിബ്, നബിയുടെ ഉപ്പാപ്പയും. അബൂ സുഫിയാൻ്റെ ഉമയ്യത്ത്, അദ്ദേഹവും അങ്ങനെ ആ പരമ്പരയിൽപ്പെട്ട ആളാണ്, ജ്യേഷ്ഠാനുജന്മാരായിട്ട് വരും. അതുകൊണ്ട് ഞാനാണെന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഫക്കാല, രാജാവ് പറഞ്ഞു, അതിനൂഹു മിന്നി, അയാളെ എന്നെക്കോളം കണ്ട് അടുപ്പിച്ചിരുത്തി എന്ന് പറഞ്ഞു. അത് അബൂ സുഫിയാനെ അടുപ്പിച്ചിരുത്താൻ പറഞ്ഞു. ഓ കരിബു അസ്ഹാബഹു ഫജഅലൂഹും ഇൻദ ലഹ്രിഹി, ബാക്കി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അബൂ സുഫിയാൻ്റെ കൂടെയുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരത്തി ഇരുത്തുക. സുമ്മക്കാലിൽ തർജുമാൻഹി, പിന്നെ പരിഭാഷകനോട് രാജാവ് പറഞ്ഞു, കുല്ലഹും, താങ്കൾ അവരോട് പറയുക, ഇന്നി സായിലുൻ ഹാദ, ഞാൻ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അതായത് അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, അൻ ഹാദർ റജുലി, ആ നബിയാണെന്ന് പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നു. ഫഇൻ കദബനി, എന്നോട് അദ്ദേഹം വാസ്തവവിരുദ്ധമായ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫകദ്ദിബൂഹു, ആ പറഞ്ഞത് കളവാണെന്ന് നിങ്ങൾ പറയണം, അദ്ദേഹം കളവാണ് പറഞ്ഞത് നിങ്ങൾ പറയണം എന്ന് ബാക്കിലുള്ള ആളുകളോട് പറഞ്ഞു. ഫവല്ലാഹി, അപ്പം അബൂ സുഫിയാൻ പറയാണ്, അള്ളാഹനെ തന്നെ സത്യം, ലൗലൽ ഹയാഉ മിൻ അൻ യഅ്സിറു അലയ്യ കദിബൻ ലകദബ്തു അൻഹു, എനിക്ക് സത്യം പറയാൻ പൂതിയില്ല, മുഹമ്മദിനെ ആക്ഷേപിക്കാനും മുഹമ്മദിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതിന് സത്യം പറയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. കാരണം ലൗലൽ ഹയാവു, ലജ്ജ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതില്ലായിരുന്നുവെങ്കിൽ മിന്ന യസ്റു അലിയ കദിബൻ, എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ മേലിൽ കദിബിനെ പിന്നീട് ഹിക്കായത്ത് ചെയ്യല്ലോ, പറയുമ്പം ലകദബ്തു അൻഹു, അങ്ങനെ പറയുമെന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു, രാജാവ് ചോദിക്കുന്നതിനൊക്കെ കുറേ കളവ് പറയുമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. എൻ്റെ ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാനൊരു കളവ് പറയുന്നവനാണെന്ന് എന്നെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാക്കുന്നത് ഭയന്നുകൊണ്ടും ലജ്ജിച്ചുകൊണ്ടും ഞാൻ എന്താക്കിയിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.
സുമ്മക്കാന അവലമാ സഅലനി അൻഹു അൻ ഖാല കൈഫ നസബുഹു ഫീക്കും. ആദ്യമായിട്ട് പിന്നീട് എന്നോട് ചോദിച്ചത് ആ മനുഷ്യൻ്റെ തറവാട് നിങ്ങളിൽ എങ്ങനെയാണ്, നല്ല തറവാട്ടുകാരനോ അല്ലെങ്കിൽ ഏതോ തെണ്ടിപ്പെറുക്കിയോ ആണോ എന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പം കുൽത്തു അബൂ സുഫിയാൻ പറയാണ്, ഞാൻ പറഞ്ഞു ഹോ ഫീനാ ദൂ നസബിൻ, ഓ അയാൾ ഭയങ്കര വലിയ നല്ല തറവാട്ടുകാരൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഖുറൈശിയാണ്, ഹാഷിം, വലിയ പേരെടുത്ത തറവാട്ടുകാരനാണെന്ന് പറഞ്ഞു. ഖാല ഫഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ നബിയാണെന്ന് വാദിച്ച് വന്ന വേറെ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുമ്പ് കടന്നു പോയിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതുലാ, ഞങ്ങൾക്ക് ആദ്യമാണ്, ഞങ്ങളെ അറബ് നാടിൽ ഒരു പ്രവാചകനാണെന്ന് വന്ന് പറയുന്ന ആൾ ഇതാദ്യമായിട്ടാണ്, മുമ്പുണ്ടായിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ. ഇദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും രാജാക്കന്മാർ മുമ്പുണ്ടായിട്ടുണ്ടോ, രാജ്യഭരണം നടത്തിയവർ? ഖുൽതുല, അതുമില്ല. പിന്നത്തെ ചോദ്യം, ഫ അഷ്റാഫുന്നാസി യത്തബിഊനഹു അം ദുഅഫാഉഹും. അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ ഉന്നതന്മാരായിട്ടുള്ള എണ്ണപ്പെടാൻ പറ്റിയ ആൾക്കാരോ അല്ലെങ്കിൽ ബലഹീനരായിരിക്കുന്ന വളരെ താഴ്ന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചു. ഫഖുൽതു ബൽ ദുഅഫാഉഹും. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പിൻപറ്റുന്നവരൊക്കെ നമ്മളെ ക്ഷീണിച്ച പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, അയസീദൂന അം യൻകുസൂൻ. അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ കൂടി വരികയാണോ അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണോ? ഖുൽതു ബൽ യസീദൂൻ, ദൈനംദിനം കൂടി വരികയാണ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഫഹൽ യർതദ്ദു അഹദും മിൻകും സഖ്തത്തൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി. അദ്ദേഹത്തിൻ്റെ ദീനിൽ പ്രവേശിച്ച ആരെങ്കിലും അദ്ദേഹത്തോടോ അല്ലെങ്കിൽ ദീനിനോടോ ദേഷ്യം പിടിച്ച് അതിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞ് പുറത്തേക്കാരെങ്കിലും പോന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതുല, ഒറ്റ കുട്ടിയും പോന്നിട്ടില്ല, അങ്ങോട്ട് പോയില്ലാതെ ഇങ്ങോട്ട് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഈ ഇപ്പോഴത്തെ പുതിയ വാദവുമായി വന്ന ഈ മനുഷ്യൻ ആ വാദവുമായി വരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കളവ് ആരോപിക്കാനുണ്ടോ, അദ്ദേഹം ഒരു കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽതുല, നമ്മളുടെ അല്ലമീനല്ലേ അയാൾ, അപ്പോൾ അല്ലമീനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം കളവ് പറയുമെന്നില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയില്ല. ഖാല ഫഹൽ യഗ്ദിർ. പിന്നെ ചോദിച്ചു, അദ്ദേഹം വഞ്ചന ചെയ്യുമോ, എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ പാലിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആരെയും വഞ്ചിക്കുകയോ ചെയ്യുന്നുള്ള പണി ഏതെങ്കിലും ഒരു കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഖുൽതുല, അങ്ങനൊന്നുമില്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. വനഹനു മിൻഹു. പിന്നെ അദ്ദേഹം വഞ്ചന കരാറ് ലംഘിക്കുകയൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെൻ്റെ മനസ്സിൽ മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനാണ് താല്പര്യം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചാൻസ് അദ്ദേഹം ഉപയോഗപ്പെടുത്തി, അബൂ സുഫിയാൻ ഉപയോഗപ്പെടുത്തിയതാണ് പറയുന്നത്. വനഹനു മിൻഹു ഫീ മുദ്ദത്തിൻ. ഞങ്ങളിപ്പോൾ ഒരു കാലഘട്ടത്തിലാണ്, അതായത് ഒരു അവസരത്തിലാണ്, അതായത് തമ്മിൽ സൗഹാർദ്ദം ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 10 കൊല്ലത്തെ സന്ധിയാണ്. ലാനദിരി മാഹോ ഫായിലും പിയ. അതിൽ അയാളെന്തോ ചെയ്യുമെന്ന് നമുക്കറിയില്ല, അത് പാലിക്കോ അത് മുറിക്കോ പൊട്ടിക്കോ എന്നൊന്നും നമുക്കറിയില്ല എന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, വലം തുംകിന്നി കെലിമത്തുൻ ഉദ്ഖിലു ഫീഹാ ശൈഅൻ ഗൈറു ഹാദിഹിൽ കലിമ. എനിക്ക് ഈ ഒരു കലിമത്തല്ലാത്ത മറ്റൊന്നും എൻ്റെ വാക്കിൽ കടത്താൻ എനിക്ക് സൗകര്യം കിട്ടിയില്ല. ഒരു മോശമായ വാക്കായിട്ട് ഞാനിത് പറഞ്ഞത് ഇത് മാത്രമാണ്. കാല. അപ്പോൾ ഇത് ഒരു മോശമാണെന്ന് അബൂ സുഫിയാന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു വഞ്ചനയും നടത്താത്തൊരു മനുഷ്യൻ ഈ കരാറിലും വഞ്ചിച്ചോളുന്നില്ലല്ലോ. ഇത് ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംശയം പ്രകടിക്കുക മാത്രമാണ് ചെയ്തത്. അതൊരു കുറ്റമൊന്നുമല്ല. ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞു. പിന്നെ ചോദിച്ചത്, ഫഹൽ കാത്തൽ തുമുഹു. നിങ്ങൾ അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഖുൽതുനാം, യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ചു, കൈഫക്കാന് കിത്താലുക്കും ഇയാഹു.
നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തപ്പോൾ ഉണ്ടായ ഫലം എന്താണ്, വിജയം ആർക്കായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. ഖുൽതു ഹൽ ഹർബു ബൈനനാ വബൈനഹു സിജാലുൻ യനാലു മിന്നാ വനനാലു മിൻഹു. ഞങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള യുദ്ധം സിജാലാണ്. സിജാൽ എന്ന് പറഞ്ഞാൽ യനാലു മിന്നാ വനനാലു മിന്നു. അദ്ദേഹത്തിന് ഞങ്ങൾക്കും കിട്ടും, ചിലപ്പോൾ ഞങ്ങളിൽ നിന്ന് അവർക്കും കിട്ടും. വിജയവും പരാജയവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ടുണ്ടാകാറുണ്ട്. ഒരാൾക്ക് സ്ഥിരമായിട്ട് വിജയമെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. സിജാൽ എന്ന് പറഞ്ഞാൽ നേരർത്ഥം വലിയ ബക്കറ്റിനാണ് പറയുക. അതിനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളം കോരുന്ന ബക്കറ്റ്. അതിവിടെ ഈ നിലക്ക് പ്രയോഗിച്ചതാണ്. ഏതാണ്ടൊക്കെ ഈക്വലായിട്ട് അങ്ങോട്ടും വിജയവും പരാജയമൊക്കെ ഈക്വലായിട്ട് പോകുമെന്നുള്ള അർത്ഥത്തിൽ. മാതായ ഉമറുക്കും പിന്നെ ചോദിച്ചത്, അദ്ദേഹം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? കുൽത്തു യഖൂലു, അദ്ദേഹം പറയുന്നത് ഉഅ്ബുദുല്ലാഹ വഹദ, അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനോടൊരാളെയും പങ്കു ചേർക്കരുത്. ഒത്തുറുക്കൂ മാ യഖൂലു അബാഹുക്കും, നിങ്ങളുടെ പിതാക്കളും പിതാമഹന്മാരും ഒക്കെ പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. അവരൊക്കെ ബിംബാരാധകരും അതുപോലെ പലതിനും ആരാധിക്കുന്നവരാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ സത്യമാർഗത്തിലേക്ക് കടന്നു വരണം എന്നാണ് പറയുന്നത്. വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സകാത്തി വസ്സിദ്ഖി വൽ അഫാഫി വസ്സില, നിസ്കരിക്കണം, നോമ്പ് സക്കാത്ത് കൊടുക്കണം, സത്യം പറയണം, നല്ല നടപ്പ് നടക്കണം, ബന്ധങ്ങൾ ചേർക്കണം, കുടുംബ ബന്ധവും അയൽബന്ധവും മനുഷ്യബന്ധങ്ങളൊക്കെ ചേർക്കണം. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നത്. ഇത്രയും വിചാരണ ചെയ്തതിൽ തന്നെ രാജാവിന് വേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം ഇത് ചോദിച്ചതിനെ സംബന്ധിച്ചും നിങ്ങൾ മറുപടി പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ഞാൻ മനസ്സിലാക്കിയ സംഗ്രഹിച്ചെടുത്ത ഒരു രൂപം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുക. അതിപ്രകാരമാണ്.